ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടുക്കി സ്റ്റൈലിലൊരു പോർക്ക് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോർക്കൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട കേട്ടോ, നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാനുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയ്ക്കൊന്നും ഞാൻ കണക്ക് പറയുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം കേട്ടോ. അപ്പോൾ സവോളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവോള വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഞങ്ങളിവിടെ പോർക്കൊന്നും കുക്കറിനകത്ത് വെച്ച് കുക്ക് ചെയ്യാറില്ല കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അടുപ്പത്ത് ചെറുതീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ടു, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ഞാൻ മീറ്റ് മസാലയ്ക്ക് പകരം പോർക്ക് മസാലയാണ് ചേർക്കുന്നത്. പോർക്ക് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല തന്നെ ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. പൊടി നന്നായിട്ട് മൂത്ത് വരണമെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 കിലോ പോർക്കാണ് എടുത്തേക്കുന്നത്. ഇനി അരപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ പാത്രമൊന്നും ഇതിനു വേണ്ടി എടുക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഡ്രൈ ആകുന്ന രീതിയിൽ നമ്മൾ റോസ്റ്റ് ആക്കുന്നില്ല. ഇത് കുറച്ചൊരു ഗ്രേവി ഉള്ള രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്കൊരു കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. വെള്ളം വേകാനുള്ള വെള്ളം ഒഴിക്കുന്നതിന് ഇപ്പുറമാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നതൊക്കെ. ഇറച്ചിയൊക്കെ എപ്പോഴും കുക്കറിലൊക്കെ വെച്ച് വേവിക്കുന്നേക്കാളും നല്ലത് നമ്മൾ സാധാരണ അടുപ്പത്ത് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ട് ഉള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. 2 മണിക്കൂറൊക്കെ നമ്മുടെ ഈ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ കൂട്ടാൻ പാകത്തിനുള്ള ഒരു കറിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ചോറിനാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് വൃത്തിയായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇറച്ചികൾ പലതരത്തിലുണ്ട് കേട്ടോ. പെട്ടെന്ന് വേകുന്ന ഇറച്ചിയുണ്ട്, അല്ലാത്തവയുണ്ട്. അതുകൊണ്ട് വേവ് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1.25 മണിക്കൂർ സമയം എടുത്തോളൂ ഇത് വെന്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവത്തിലല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് കോരിയെടുത്തിട്ട് നമുക്ക് കുറച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ കപ്പയും ചക്കയൊക്കെ പ്രതീക്ഷിച്ചാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ചോറിനാണെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കാറുള്ളത്. ഒരുപാട് ഗ്രേവി ഇല്ലതാനും, എന്നാൽ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി കേട്ടോ. അടിപൊളിയാണ്, ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.